ഒരാൾക്ക് 10 രൂപ, ഒരാൾക്ക് 10 രൂപ ഉണ്ട് ഇതിനുള്ളിൽ കിടക്കാൻ. ഓക്കെ, ഫുള്ള് മൊത്തത്തിൽ എങ്ങനെയാണ്? മല്ലിക വേറെ, സൂര്യകാന്തി, സൺഫ്ലവർ പൂര മുഴുവൻ. ആ ഓക്കെ ഓക്കെ, ഫുള്ള് ഓക്കെ. എന്താ അങ്ങനെ ഗൈസ് ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ഒരാൾക്ക് 10 രൂപ ഇട്ട് അതിനുള്ളിൽ കിടക്കാൻ. ഓക്കെ, സൂര്യകാന്തി ചിലതൊക്കെ വാടി തുടങ്ങിക്കണേ. എന്നാലും ഈ സമയത്തൊക്കെ വന്നാൽ നല്ല കറക്റ്റ് രീതിയിൽ കിട്ടും. എല്ലാവരും ഫോട്ടോഷൂട്ടിന് തിരക്കിലാണ്. ഇവിടെ ചെണ്ടുമല്ലി, അതുപോലെ സൂര്യകാന്തി, അതുപോലെ വയലറ്റ് വാടകപ്പൂ എന്നൊക്കെ പറയില്ല, അങ്ങനെ ഒരു പൂവ്, അങ്ങനെ ഒരു 3-4 ഐറ്റംസ് ഫ്ലവറുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഇതളുകളൊക്കെ ഏകദേശം ആരൊക്കെ നുള്ളി പറിച്ച് കൊണ്ടേക്കണെന്ന് തോന്നുന്നുണ്ട്. അപ്പം നമുക്ക് ആ വയലറ്റ് പൂക്കളുള്ള ആ ഒരു ഭാഗത്തേക്ക് പോകട്ടോ. സഫമോൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്, ഇത് കണ്ടില്ലേ? ഈ ഭാഗത്തേക്ക് വല്ലാതെ വലിയ ആൾക്കാർക്ക് പ്രവേശനം ഇല്ല. അപ്പോൾ കുട്ടികളൊക്കെ ഇറക്കി ഫോട്ടോസൊക്കെ എടുക്കാം. ഓണത്തിൻ്റെ സീസൺ ആകുമ്പോഴേക്ക് സെറ്റാക്കിയ ഗാർഡനാണ് കേട്ടോ ഇത്. നല്ല അടിപൊളിയാണ് കേട്ടോ, ശരിക്കും നാച്ചുറലായിട്ട് നമ്മളിത് കാണുമ്പോഴേ നല്ല രസം. ഏകദേശം 12 ഏക്കറോളം ഉണ്ട് എന്നൊക്കെയാണ് ഇവരിത് പറയണത്. ചെണ്ടുമല്ലി എന്ന് പറയുന്ന ഈ ഒരു മഞ്ഞ കളർ മല്ലിക, നമ്മളിവിടെയൊക്കെ മല്ലിക എന്ന് പറയും, ചില ഭാഗത്ത് ചെണ്ടുമല്ലി എന്ന് പറയും. ഇതിൻ്റെ ഒരു ഭാഗം തന്നെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഇവിടെ ഫുള്ളായിട്ട് ഈ ഒരു പൂക്കള പാടം തന്നെയാണ് ഉള്ളത്. ഈ ഒരു റോഡ് സൈഡിൽ 2 ഭാഗത്തും ഒരു ഇഷ്ടംപോലെ പൂക്കളാണ്. മുന്തിരിപ്പാടം കാണാൻ വരുന്നവർ ഫസ്റ്റ് ഇവിടേക്ക് ഇറങ്ങും, എന്നിട്ടാണ് കേട്ടോ മുന്തിരിപ്പാടത്തേക്ക് പോണത്. ഗെയ്സ്, മുന്തിരിപ്പാടത്തേക്ക് വരുന്നവരൊക്കെ ആദ്യം വരുന്നത് ഇവിടേക്കാണ് കേട്ടോ. ഇവിടുന്ന് കുറച്ചും കൂടി പോയാലാണ് മുന്തിരിത്തോട്ടത്തിലേക്ക് എത്തുക. ഇവിടെ എന്ന് വെച്ചാൽ അതിമനോഹരമായ കാഴ്ചകൾ കണ്ടില്ല നിങ്ങൾ? എന്താല്ലേ ചെണ്ടുമല്ലി, അതുപോലെ തന്നെ ആ ഒരു വയലറ്റ് കളറുള്ള പൂവ്, അപ്പുറം സൂര്യകാന്തി, എന്താ പറയുക, അടിപൊളിയാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഇവിടെ കണ്ടില്ലേ, ഇവിടെയൊക്കെ ഫുള്ള് മല്ലിക, ഇങ്ങനത്തെ ഈ ഒരു ഓറഞ്ച് കളറുള്ള ചെണ്ടുമല്ലി. ഇതിലെല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കലും അതുപോലെ തന്നെ നല്ല റീൽസ് എടുക്കലൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇത്ര ശരിക്കും കാണേണ്ട കാഴ്ച തന്നെയുണ്ട്. പ്രകൃതിയിലെ മനോഹരമായ കാഴ്ചകൾ കാണാൻ എല്ലാവരും വേഗം സീസൺ കഴിയുന്നതിന് മുമ്പ് പോകുന്ന പോലെ ഇട്ടാ, അടിപൊളിയാണ്. അപ്പോൾ ഈ ഒരു ഓറഞ്ച് കളറുള്ള ചെണ്ടുമല്ലി ഒരു കുന്നിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടേക്ക് കയറിയിട്ടുണ്ട്. കണ്ടില്ല, കുറേയൊക്കെ പറിച്ച് പോയിട്ടുണ്ട്, കുറേ ആൾക്കാർ പറിക്കുന്നുണ്ട്, പിന്നെ കുറച്ചൊക്കെ കരിഞ്ഞ ഭാഗമൊക്കെ ഉണ്ട്. പക്ഷേ ചില ഭാഗത്തൊക്കെ നല്ല അടിപൊളിയായിട്ട് ആ ഭാഗത്ത് ഇഷ്ടം പോലെ ഉണ്ട്, ഒരുപാട് നടന്ന് കാണാണ്ട്. അപ്പോൾ നമ്മളോട് ഒരു ടീം ഇവിടെ ഫോട്ടോ എടുത്ത് തരാനൊക്കെ പറഞ്ഞു കേട്ടോ. നിങ്ങളൊക്കെ വ്ളോഗിലുണ്ടായ കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. ആ, വ്ളോഗ് എത്തിയ. അപ്പോൾ സ്കൂളിന് ടീച്ചേഴ്സും അതുപോലെ തന്നെ മാഷുമാരും എല്ലാവരും വന്നിട്ടുണ്ട് ഇവിടേക്ക്. ശരിക്കും കാണേണ്ട കാഴ്ച തന്നെ. ഇതിപ്പോൾ ഇനി ഓണം കഴിഞ്ഞാലൊക്കെ ഇതിൻ്റെ സീസണൊക്കെ കഴിയും കേട്ടോ. ഇപ്പോഴൊക്കെ ഈ ഒരു സമയത്തൊക്കെ എത്തണം. അപ്പോൾ ഗെയ്സ്, ഞാനും ഇതാ സൂര്യകാന്തിയൊക്കെ പിടിച്ചൊരു ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല റീൽസ് ആയിട്ടൊക്കെ എടുക്കണം. പക്ഷേ എൻ്റെ ഒപ്പമുള്ള എല്ലാവരും 4 ഭാഗത്തേക്കും പോയിക്കണ്. ഞാനിപ്പോൾ ഈ സൂര്യകാന്തി പാടത്തിലാണുള്ളത്. ഇതിപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ ഇഷ്ടംപോലുള്ള സംഭവം തന്നെയാണ്. പക്ഷേ എല്ലാം കൂടി കാണുമ്പോൾ ഭയങ്കര ഒരു രസകരമായൊരു കാഴ്ചയാണല്ലോ. ഗുണ്ടൽപേട്ടിലേക്ക് ഇപ്പോൾ വന്നാൽ നല്ലോണം മുതലാവും. മുന്തിരിപ്പാടും അതുപോലെ തന്നെ സൂര്യകാന്തി, ചെണ്ടുമല്ലി സീസൺ കഴിയണതിന് മുമ്പ് വന്നാൽ നല്ല രീതിയിൽ കാണാൻ പറ്റും. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഏതായാലും ഏകദേശം ഒരു ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ആ ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഈ ഒരു സ്ഥലത്തിൻ്റെ 2 ഭാഗത്തായിട്ട് റോഡിൻ്റെ 2 സൈഡിന് ഇതുപോലത്തെ മനോഹരമായ പൂക്കളുടെ കൃഷികളായതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈം എന്ന് വെച്ചാൽ നല്ലൊരു ടൈമാണ്. കാണുന്നവരൊക്കെ പെട്ടെന്ന് എത്തുക. ഈ ഒരു പൂക്കാലം കഴിയുന്നതിന് മുമ്പ് നല്ല അതിമനോഹരമായ കാഴ്ചകളും അതുപോലെ തന്നെ മുന്തിരിയൊക്കെ വിളവെടുക്കാൻ പാകം വയ്ക്കണം കേട്ടോ. കണ്ട എല്ലാം നല്ലോണം മൂത്ത് പഴുത്ത് നിൽക്കണം. ഒരുപാട് ആൾക്കാർ പറിച്ചു കൊണ്ടേക്കണ്, കുറേ ഉണ്ട്. അപ്പോൾ എന്തൊക്കെ തന്നെയാലും ഈ ഒരു സീസൺ നല്ലൊരു സീസണാണ്. പറ്റുന്നവരൊക്കെ ഗുണ്ടൽപേട്ടിൽ വരിക, അതുപോലെ തന്നെ പൂക്കളുടെ പാടം, മുന്തിരി പാടം ഒക്കെ കാണുക, ആസ്വദിക്കുക. എന്നാൽ ശരി മക്കളെ, ഓക്കേ.